കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന് തലവേദനയായി വിമത സ്ഥാനാർത്ഥികളും പാർട്ടി മാറിയവരും. ജില്ലയിൽ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കാരശ്ശേരി ഡിവിഷനിൽ UDFൽ 4 വിമത സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നേതൃത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച VN സുഹൈബിനെതിരെ DCC അംഗവും കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ MT അഷ്റഫ്, മുക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M സിറാജുദ്ദീൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ദിശാൽ, കാരശ്ശേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരായ അഷ്കർ സർക്കാർ, ഷാനിബ് ചോണാട് എന്നിവരാണ് വിമതരായി പത്രിക നൽകിയത്. സ്ഥാനാർത്ഥിയെ പുറത്തുനിന്ന് കെട്ടിയിറക്കിയതാണെന്നും പെയ്ഡ് സ്ഥാനാർത്ഥിയാണെന്നും ആരോപണമുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലെ മൂന്നാലിങ്കൽ ഡിവിഷനിൽ ലീഗിന്റെ കൗൺസിലറായ റംലത്താണ് LDFൽ RJD സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. നല്ലളത്ത് ലീഗ് വിട്ട STU നേതാവ് പോക്കർ പാർട്ടി വിട്ട് LDFൽ ചേരുകയും പ്രദേശത്ത് പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നുണ്ട്. നടക്കാവ് ഡിവിഷനിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ കൗൺസിലറായ അൽഫോൺസ ടീച്ചറാണ്. നടക്കാവിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും 45 വർഷക്കാലം കോൺഗ്രസിൽ സജീവമായിരുന്ന വിൽഫ്രഡ് രാജാണ്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.